വിശ്വാസികളായ മുഅ്മിനീങ്ങളായ മനുഷ്യർ എന്നു മുതൽ പരിശുദ്ധ റബീഉൽ അവ്വലിനെ വരവേൽക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ തന്നെ ഇവിടെയുള്ള ബിദ്അഈ പുത്തൻവാദികൾക്ക് കുരുപൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള പല വീഡിയോസുകളും നാം കാണുന്നുണ്ട്. ഉസ്താദേ, നബിയോ സ്വഹാബിമാരോ ഷാഫി ഇമാമോ നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല മോനെ, അത് തുടങ്ങിയത് ഷിയാക്കളാണ്. ആ ബിദ്അത്ത് നമ്മളും ഏറ്റെടുത്തു. ബിദ്അത്താണ് പോലും ബിദ്അത്ത്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുള്ളതാണ്. എങ്കിൽ പോലും ഞാൻ ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്താം. നമുക്ക് ഒരാളോടൊരു സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം നമുക്ക് പല വിധത്തിലും പ്രകടിപ്പിക്കാനാകും. അതിൽപ്പെട്ട ഒന്നാണ് വേർഡ്സ് ഓഫ് അഫർമേഷൻ, അവരുടെ നല്ലത് പറയുക. നമുക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മദ്ഹുകൾ, ആ വ്യക്തിയുടെ നല്ല കാര്യങ്ങൾ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മൾ പ്രിയം വെക്കുന്ന ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കടന്നു വരുമ്പോൾ അവിടുത്തെ മദ്ഹുകൾ പാടിയും പറഞ്ഞും പുകഴ്ത്തിയും അവിടുത്തെ മൗലിദുകൾ പാരായണം ചെയ്തുകൊണ്ടും ഈ മാസത്തെ നാം വരവേൽക്കുന്നത് അവിടുത്തോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അത് ചെയ്യുന്ന വിഷയത്തിൽ തന്നെ ഒരാൾക്ക് സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടുന്നത് ആ വ്യക്തിക്ക് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തില്ല എന്ന് തന്നെയാണ്.